ഏറെ പ്രിയപ്പെട്ട മമ്മൂട്ടി കഥാപാത്രം വീണ്ടും മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു ആന്റി ഹീറോ കഥാപാത്രത്തെക്കുറിച്ചുള്ള സംവിധായകന്റെ ആലോചനകൾ ഫാൻസ് ഗ്രൂപ്പിൽ ചർച്ചയാവുകയാണ്. സത്യനന്ദിക്കാട് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ 1990 പുറത്തിറങ്ങിയ കളിക്കളം എന്ന സിനിമയിലെ ആ നന്മയുള്ള കള്ളൻ വീണ്ടും വരുമെന്ന സൂചന ആരാധകർക്ക് വലിയ സന്തോഷമാണ് നൽകുന്നത്. പേരോ നാടോ ഇല്ലാത്ത പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ബുദ്ധിമാനായ കള്ളൻ പണക്കാരെ പറ്റിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു റോബിൻഹുഡ് ടൈപ്പ് കഥാപാത്രമായിരുന്നു മമ്മൂക്കയുടേത്. എസ്.എൻ. സ്വാമി തിരക്കഥയൊരുക്കിയ സിനിമ ആ വർഷത്തെ വലിയ വിജയവുമായി മാറിയിരുന്നു. മലയാള സിനിമയിലെ അപൂർവമായി സംഭവിച്ച കോമ്പിനേഷനായിരുന്നു മമ്മൂട്ടി സത്യനന്ദിക്കാട് എസ്.എൻ. സ്വാമി ടീം. സത്യനന്ദിക്കാടിന്റെ കരിയറിലെ വേറിട്ട സിനിമകളിൽ ഒന്നാണ് കളിക്കളമെന്ന് നിസ്സംശയം പറയാം. സംവിധായകൻ തന്റെ പഴയ സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും കളിക്കളത്തിലെ ആ കള്ളനെ വീണ്ടും കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയാറുണ്ട്. ആ കഥാപാത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പുതിയ സിനിമ ആലോചനയിലുണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. സംവിധായകന്റെ വാക്കുകൾ പ്രകാരം കളിക്കളത്തിലെ കള്ളനെ തിരിച്ചുകൊണ്ടുവരുന്നതിനെ പറ്റി മമ്മൂട്ടിയോട് പറഞ്ഞിരുന്നു. ആ സിനിമയെക്കുറിച്ചുള്ള ആലോചനകൾ മനസ്സിലുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്തേക്കാം. വേണമെങ്കിൽ കുറച്ച് പ്രായമായ രൂപത്തിലാണെങ്കിലും കുഴപ്പമില്ല. ആ കഥാപാത്രത്തിന്റെ പ്രായത്തിന് മാറ്റമുണ്ടെങ്കിലും ഞങ്ങൾക്ക് വിരോധമില്ല. ഒരു സരസമായ ആലോചനയാണത്. ചിലപ്പോൾ അത് സിനിമയായേക്കാം, സത്യനന്ദിക്കാട് പറഞ്ഞു. സാഹചര്യങ്ങൾക്കനുസരിച്ച് ശങ്കർ, രാഘവൻ, ആന്റണി, പപ്പൻ എന്നിങ്ങനെ പല പേരുകളിൽ കളിക്കളത്തിൽ നായകൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അയാളുടെ യഥാർത്ഥ പേര് അജ്ഞാതമാണ്. പക്ഷെ അത് ആസ്വാദനത്തെ ബാധിക്കുന്നില്ല. കളിക്കളം ഒരു സീക്വലായിട്ടാണോ അതോ അതേ കഥാപാത്രം വെച്ച് പുതിയൊരു കഥയായിട്ടാണോ വരികയെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ലുക്കിൽ ഇത്തരം ഒരു ബുദ്ധിമാനായ കള്ളൻ കഥാപാത്രം വരുന്നത് കാണാൻ നല്ല രസമായിരിക്കും. ഒപ്പം ഇത്തരം ജോണറിലുള്ള സിനിമകൾ മമ്മൂക്കയിൽ നിന്ന് മിസ് ചെയ്യുന്നുമുണ്ട്. അതേസമയം പദയാത്ര ഷൂട്ടിന് ശേഷം ധനുഷ് സിനിമയുടെ ചെന്നൈ ലൊക്കേഷനിൽ ജോയിൻ ചെയ്യാൻ ഒരുക്കത്തിലാണ് മമ്മൂക്ക.